ഫെബ്രുവരി 17-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് പൂനെയിൽ നടന്നിട്ടുള്ള ചിപ്കോ മൂവ്മെന്റിന് സമാനമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ചിപ്കോയില് പൂനെയിൽ റിവർ ഫ്രണ്ട് ഡെവലപ്മെന്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മരങ്ങൾ മുറിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു. അതിനെതിരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് പൂനെക്കാർ അവര് ഈ ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയാണ്. എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 800ഓളം പൂനെക്കാർസാണ് അവര് ചിപ്കോ പ്രൊട്ടസ്റ്റിന് സമാനമായിട്ടുള്ള സമരം ഈ ഒരു പൂനെയിൽ റിവർ ഫ്രണ്ട് ഡെവലപ്മെന്റ് പ്രൊജക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ളതെന്നാണ്. അവിടെയുള്ള സാക്രഡ് ഗ്രൂവ്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാവുകൾ എന്ന് വിളിക്കുന്ന, അവിടെ ദേവറായി എന്ന് വിളിക്കും, ആ ഒരു സാക്രഡ് ഗ്രൂവ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റിവർ എക്കോസിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ മരങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ദേവറായ് എന്ന് പറയുന്നത് അവിടെയുള്ള പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റുകളാണ്. അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആ ഒരു ഫോറസ്റ്റിനെ മറ്റുമൊക്കെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇക്കോളജിക്കൽ പ്രൊട്ടക്ഷനും മറ്റുമൊക്കെ നൽകുന്നത് ഈ ഒരു ഫോറസ്റ്റുകളാണ് എന്ന് പറയാൻ പറ്റും. പ്രൊട്ടസ്റ്റേഴ്സ് മരങ്ങളെ ഹഗ് ചെയ്യുകയും ആ മരങ്ങളെ മുറിക്കാൻ അനുവദിക്കാതിരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പൊ എന്താണ് അവിടെ നടക്കുന്ന പ്രൊജക്ട് എന്ന് വെച്ചാൽ, ഈ അവിടെയുള്ള നദികളുടെ ഏകദേശം 44 കിലോമീറ്റർ സ്ട്രെച്ച് ഉണ്ട്. മൂല, മൂത്ത, മുലമൂത്ത തുടങ്ങിയിട്ടുള്ള നദികള് ഈ റിവേഴ്സിന്റെ സൈഡിലൊക്കെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തുക, കോൺക്രീറ്റുകൾ കൊണ്ട് എംബാങ്ക്മെന്റുകൾ ചെയ്യുക, ഇതൊക്കെയാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അവിടെയുള്ള റെസിഡൻസും അതുപോലെ തന്നെ എൻവയോൺമെന്റലിസ്റ്റുകളെല്ലാം തന്നെ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ ഇത് എൻവയോൺമെന്റ് ഡാമേജിന് കാരണമാവും. അതേപോലെ തന്നെ ഈ ഒരു പ്ലാനിംഗ് പ്രോസസ്സ്, അതായത് ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോസസ്സ് അത്ര ട്രാൻസ്പാരന്റ് അല്ല എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ വലിയ ഓപ്പോസിഷൻ വന്നിട്ടുണ്ട്. അതാണ് ഈ പ്രതിഷേധമൊക്കെ ആയിട്ട് വരുന്നത്. കൂടാതെ കോടതിയിലും ഇത് ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ആക്ടിവിസ്റ്റുകൾ ഫിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ മരങ്ങളൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ നദി കവിഞ്ഞൊഴുകാം, ഫ്ലഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുപോലെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് അതിനെതിരെ പ്രതിഷേധിക്കുന്നവർ പറയുന്നത്. എന്നാൽ പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുന്നത് വെച്ചാൽ 10,800 മരങ്ങൾ മാത്രമാണ് മുറിക്കേണ്ടതായിട്ടുള്ളത്. 11,000-ഓളം മരങ്ങളെ നമ്മൾ റീലൊക്കേറ്റ് ചെയ്യും. ഈ ഒരു പ്രോജക്റ്റ് നദിയുടെ നദീനെ ക്ലീൻ ചെയ്യും, നദിയുടെ ഇംപ്രൂവ് ചെയ്യും, നദിയുടെ സാഹചര്യങ്ങളെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ സോനം വാങ്ചുക് അതുപോലെ തന്നെ മറ്റ് എൻവയോൺമെന്റൽ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള അപ്രോച്ചുകൾ ഡെവലപ്മെന്റിന് വേണ്ടി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റ് ഫ്ലഡ് കുറക്കും, വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും, പബ്ലിക് സ്പേസസ് മെച്ചപ്പെടുത്തും, ഹെറിറ്റേജ് സൈറ്റുകളെ കണക്ട് ചെയ്യും എന്നൊക്കെ ഈ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇത് വലിയ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള ഒരു കൺസേൺ ആണ് ആർക്കുള്ളത്? അവിടെയുള്ള നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൂനെക്കാർസിന് ഉള്ളത് എന്ന കാര്യം ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. റിവറിനെ നാരോ ചെയ്യുക, കോൺക്രീറ്റ് എംബാർക്ക്മെന്റുകൾ പണിത് നദിയെ നാരോ ചെയ്യുന്ന സമയത്ത് അത് എൻവയോൺമെന്റൽ റിസ്ക് വർദ്ധിപ്പിക്കും എന്നും ഓതേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സയന്റിസ്റ്റുകളും മറ്റുമൊക്കെ പറയുന്നുണ്ട് എന്ന് ഓർത്തു വെക്കണം. പക്ഷെ ഈ ഒരു വർക്കുകൾ ഓപ്പോസിഷൻ ഒക്കെ ഉണ്ടെങ്കിലും അത് കംപ്ലീഷൻ സ്റ്റേജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ ഒഫീഷ്യൽസ് പറയുന്നത് വെച്ചാൽ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ, ഗാബിയൻ വാൾസ് പോലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളാണ് ബിൽഡ് ചെയ്യുന്നത്. ഇത് ഫ്ലഡ് ടെസ്റ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ഫ്ലഡിനൊന്നും കാരണമാവില്ല എന്നാണ് പറയുന്നത്. പ്രൊട്ടസ്റ്റേഴ്സ് ഡെവലപ്മെന്റിന് എഗെയിൻസ്റ്റ് അല്ല, പക്ഷേ അവിടുത്തെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ റിവർ ഹെൽത്തിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് എൻവയോൺമെന്റൽ കൺസർവേഷൻ ഒക്കെ ചെയ്തു വേണം ഇതൊക്കെ ചെയ്യാൻ എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് അവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത, കഴിഞ്ഞ ദിവസം നമ്മൾ ഡെവല്യൂഷൻ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട്, അപ്പോൾ എന്താണ് ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്നാണ് ഇവിടെ ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയിലെ 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നത് 1992. അപ്പോൾ ഈ റൂറൽ മേഖലയിലും മറ്റുമൊക്കെ ഗ്രാമീണ മേഖലയിലേക്കൊക്കെ ജനാധിപത്യത്തെ അതിന്റെ ലോക്കൽ ലെവലിലേക്ക് എത്തിക്കുക, ലോക്കൽ ഗവേണൻസിനെ ഇമ്പോർട്ടൻസ് നൽകുക, ജനാധിപത്യത്തിന് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ആശയങ്ങളാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ, സ്ത്രീകൾക്ക് 1/3 റിസർവേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ സെക്ടർ പ്രോഗ്രാമുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു
പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ തുടക്കത്തിൽ നല്ലൊരു മൊമെൻ്റം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെല്ലെ മെല്ലെ ഡിക്ലൈൻ ചെയ്യുകയാണ്. കാരണം പാർട്ടിസിപ്പേഷൻ കുറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സെൻട്രലി സ്പോൺസേഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളൊക്കെയാണ് ഗവൺമെൻറ്റുകൾ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഡിക്ലൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റുകൾ പ്രത്യേകിച്ചും ലോക്കൽ ഗവൺമെൻറ്റുകൾക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നുള്ള അധികാരങ്ങളെയാണ് നൽകേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഈ മിക്കവാറും സ്റ്റേറ്റുകൾ മൊത്തത്തിൽ നൽകേണ്ട അധികാരത്തിന്റെ റെക്കമെൻഡേഷൻ നൽകിയിട്ടുള്ള അധികാരത്തിന്റെ 20% അധികാരങ്ങൾ മാത്രമാണ് സംസ്ഥാനങ്ങൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് അൺടൈഡ് ആയിട്ടുള്ള ഗ്രാന്റ്, അതായത് അവർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രാന്റുകളെ സംബന്ധിച്ചുള്ള കുറവ് മറ്റൊന്നാണ്. പഞ്ചായത്തുകൾക്ക് അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിനെയും സെൻട്രൽ ഗവൺമെന്റിനെയും ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് മാത്രമായിട്ട്, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഏജൻസികൾ മാത്രമായിട്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറുന്നു. അവർക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് സ്വന്തമായിട്ട് പൈസ ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു പഞ്ചായത്തുകളെയും മറ്റു പോയി ബൈപ്പാസ് ചെയ്തുകൊണ്ട് നേരിട്ട് ജനങ്ങളിലേക്ക് ക്യാഷ് കൊടുക്കും. ഉദാഹരണത്തിന് PM കിസാൻ പോലുള്ള കർഷകർക്ക് നേരിട്ട് ഫിനാൻഷ്യൽ ഇൻസെന്റീവ് നൽകുന്ന സ്കീമുകളൊക്കെ ഉണ്ട്. അത് അത്തരത്തിലുള്ള ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുന്നത് ലോക്കൽ ഗവേണൻസിനെ ഇമ്പോർട്ടൻസ് കുറക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, സിറ്റികളിലേക്കും മറ്റുമൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. റൂറൽ മേഖലയിൽ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇല്ല, പഞ്ചായത്തുകളുടെ ഇമ്പോർട്ടൻസ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പഞ്ചായത്തുകളെ റിവൈവ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലോക്കൽ ഗവേണൻസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് കൊണ്ടുവരിക ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് ടെക്നോളജി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിറ്റിസൺ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ലോക്കൽ ലെവൽ പ്ലാനിങ്ങിനെ അഡ്വാൻസ്മെന്റ് ചെയ്യേണ്ടതായിട്ട് അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുക, റൂറൽ അർബൻ ഡിവൈഡിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകൾക്ക് പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ പറ്റും. വാട്ടർ കൺസർവേഷൻ, റിന്യൂവബിൾ എനർജി, കോമൺ പ്രോപ്പർട്ടി റിസോഴ്സുകൾ മാനേജ് ചെയ്യുക, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് ഈ ഒരു മേഖലയിൽ ഇമ്പോർട്ടൻസ് നൽകി അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചായത്തുകളെ റിവൈവ് ചെയ്യുക വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ലോക്കൽ ഗവേണൻസിന് പുതിയൊരു വിഷൻ നൽകിക്കൊണ്ട് റൂറൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെവലപ്മെന്റ് ഒരു ഐഡിയ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളും മറ്റുമൊക്കെ അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യയിലെ വാസ്റ്റ് റൂറൽ പോപ്പുലേഷൻ സ്റ്റിൽ അഗ്രികൾച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളും മറ്റുമൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പഞ്ചായത്തുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തുവെക്കാം. അടുത്തത് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരുവാണ്. ഇത് ആക്ച്വലി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഇതെങ്ങനെയാണ് കൺസേൺ ആയി മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ വിഭജിച്ചിട്ടാണ് ഈ ഒരു ബംഗ്ലാദേശ് ഈസ്റ്റ് പാകിസ്ഥാനാണ് പിന്നീട് ബംഗ്ലാദേശ് ആയിട്ട് മാറിയത്. അതിനുശേഷം ഈ ഒരു ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്ര സ്ട്രോങ് ആയിരുന്നില്ല. എന്നാൽ ഇപ്പോ പുതിയ ഗവൺമെന്റ് അല്ലെങ്കിൽ പുതിയ താൽക്കാലിക ഗവൺമെന്റ് ബംഗ്ലാദേശിൽ വന്നതിന് ശേഷം പാകിസ്ഥാനും ഈ ഒരു ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നുണ്ട്. അത് ഇന്ത്യക്ക് ഒരു തലവേദനയാവുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതായത് 1971 ലിബറേഷൻ വാർ, ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയുള്ള ലിബറേഷൻ വാറിന് ശേഷം പാകിസ്ഥാൻ ബംഗ്ലാദേശ് റിലേഷൻ അത്ര നന്നായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീന അവരെ അധികാരം ഒഴിഞ്ഞു. അതിനുശേഷം വന്നിട്ടുള്ള പുതിയ ഗവൺമെന്റ്, ഇന്ററിം ഗവൺമെന്റ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഈ ഒരു പുതിയ ലോക്കൽ താൽക്കാലിക ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യയുമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടത്. അതായത് ബംഗ്ലാദേശ് അവരുടെ ഫോറിൻ പോളിസിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്, ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകൽച്ച പാലിക്കുകയും പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ അടുക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഓതേഴ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. ഇന്ത്യൻ ഗവൺമെന്റ് മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞ നോബൽ പ്രൈസ് വിന്നറുടെ നേതൃത്വത്തിലാണ് വന്നത്. അപ്പോൾ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. റീസെന്റ് ആയിട്ട് പാകിസ്ഥാനി മിലിറ്ററി ഡെലിഗേഷൻസിനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നേവൽ എക്സസൈസുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജസ്റ്റേഴ്സിലെല്ലാം കൂടാതെ തന്നെ ഇത് മീനിങ് ആയിട്ടുള്ള ടാഞ്ചബിൾ ഔട്ട്കമ്മിലേക്ക് വരുമോ എന്നുള്ളത് സ്റ്റിൽ ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആണെന്ന് ഓർത്തു വെക്കുന്നത്. ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നേരത്തെ പാകിസ്ഥാനിൽ നിന്ന് അപ്പോളജി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1971 ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിൽ പോയിട്ട് കൊന്നു തള്ളിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജീനോസൈഡിനെതിരെ
വലിയ പബ്ലിക് സെന്റിമെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു പബ്ലിക് സെന്റിമെന്റ് പ്രകാരം പാകിസ്ഥാൻ മാപ്പ് പറയണം എന്നുള്ള ഒരു സ്റ്റാൻഡാണ് ബംഗ്ലാദേശിനുണ്ടായിരുന്നത്. എന്നാൽ പുതിയ ഇന്ത്യൻ ഗവൺമെന്റ് അതിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ട്. ഈവൻ ദോ ഇക്കണോമിക് ചാലഞ്ചസും സ്ട്രാറ്റജിക് ചാലഞ്ചസും ഉണ്ട് എന്നുണ്ട്, അതുപോലെ ജിയോഗ്രഫിക് സെപ്പറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും മിസ്അലൈൻഡ് എക്കണോമീസ് ആണെങ്കിൽ പോലും ഇവര് ഈ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യ വളരെ വളരെ കീൻ ആയിട്ട് നോക്കിക്കാണും. ഇന്ത്യ ഇതിനെ വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ റിലേഷനെ വർദ്ധിക്കുന്നതിനെ പ്രത്യേകിച്ചും ധാക്കയിലുള്ള കൺസേൺസ് ഇന്ത്യ അറിയിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഷിഫ്റ്റ് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ആന്റി ഇന്ത്യ സ്റ്റാൻസ് എടുക്കാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. കൂടാതെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എൻഗേജ്മെന്റുകൾ ചെയ്യേണ്ടതായിട്ട്, നമ്മുടെ സെക്യൂരിറ്റി ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടക്കേണ്ടതായിട്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടേം റിലേഷൻസ്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റിലേഷൻസ് ലോങ് ടേമിലേക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കണം എന്നാണ് ഓദർ പറയുന്നിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ US ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ വലിയ വലിയ ടെക് കമ്പനികൾ DEI എന്ന് പറയുന്ന, സാധാരണ അമേരിക്കയിൽ പറഞ്ഞു വരാറുള്ള വലിയ വലിയ കമ്പനികളൊക്കെ ചെയ്തു പോകാറുള്ള പ്രോസസ്സാണ് DEI എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു DEI എന്ന് പറയുന്ന ഐഡിയയിൽ നിന്നും പിറകോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പൊ എന്താണ് ഈ ഒരു DEI എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ സെക്കൻഡ് ടൈം വന്നപ്പോൾ വലിയ ബിഗ് ടെക് കമ്പനീസ് വലിയ ഡൊണേഷൻസ് ആണ് ഡൊണാൾഡ് ട്രംപിന്. ഉദാഹരണത്തിന് എലോൺ മസ്ക്, മാർക്ക് സക്കർബർഗ്, ജെഫ് ബെസോസ്, ടിം കുക്ക്, മറ്റുള്ളവരൊക്കെ വലിയ ഡൊണേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ആമസോൺ, മെറ്റ, ഗൂഗിൾ തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ ആൾക്കാരാണ്. ഇവരൊക്കെ മെല്ലെ മെല്ലെ DEI ഇനീഷ്യേറ്റീവ്സിൽ നിന്ന് പിറകോട്ട് പോകാനും തുടങ്ങി എന്നാണ്. അപ്പൊ എന്താ ഈ DEI എന്ന് പറഞ്ഞാൽ, സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും ജോലിക്ക് എടുക്കുക, എല്ലാ വിഭാഗം ആൾക്കാരെയും ഓഫീസുകളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് DEI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹയറിംഗ് പ്രോസസ്സിലെ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ എന്നീ 3 ആശയങ്ങളെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എൻഷുറിംഗ് റെപ്രസെന്റേഷൻ, ഫെയർനെസ് ഇൻ ഓപ്പർച്യൂണിറ്റി, അതുപോലെ എല്ലാ വിഭാഗം ഗ്രൂപ്പുകളെയും വർക്ക് പ്ലേസുകളിലേക്ക് എടുക്കുക, പ്രധാനമായിട്ടും മാർജിനലൈസ്ഡ് ആയിട്ടോ വൺസ് എന്നുള്ളത്. ഇത് സെക്സിസം, റേസിസം, റിലീജിയസ് ഹേറ്റ്, കാസ്റ്റിസം, അബ്ലീസം എന്ന് പറഞ്ഞാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ ആണ്. അതുപോലെ ക്യൂർഫോബിയ, മറ്റും തരത്തിലുള്ള ബൈഗേർട്ടി ഡിസ്ക്രിമിനേഷൻ, ഇത്തരത്തിലുള്ളതൊന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് DEI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ വിഭാഗം ആൾക്കാരെയും, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും, എല്ലാ റേസിലുള്ള ആൾക്കാരെയും, എല്ലാ സെക്സിലുള്ള ആൾക്കാരെയും, എല്ലാ റിലീജിയസ് ഐഡന്റിറ്റി ഉള്ള ആൾക്കാരെയും ഇവര് റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട്. അത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു DEI കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വർക്ക് ഫോഴ്സിലെ റെപ്രസെന്റേഷൻ മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആൻഡ് നീഡ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ആശയത്തിൽ നിന്ന് മെല്ലെ മെല്ലെ പിറകോട്ട് പോവാണ് ടെക് കമ്പനീസ് എന്നാണ് US നിന്നുള്ള ഒരു വാർത്ത വരുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു DEI എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിലുള്ള വിഷയം മോശമായതാണ്. അപ്പൊ ഇന്ത്യൻ ഓഷ്യൻ റീജിയന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യൻ മിനിസ്റ്റർ ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി 8th ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് മസ്കറ്റിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ, അദ്ദേഹം തൗഹീദ് ഹുസൈൻ, ബംഗ്ലാദേശ് ഫോറിൻ മിനിസ്റ്ററുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8th ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് മസ്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മൈനോറിറ്റീസിന് മേലെയുള്ള അറ്റാക്കുകൾ, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതില് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത് എന്നുകൂടി അറിയുന്നുണ്ട്. അപ്പൊ ജയശങ്കറും ഹുസൈനും അവർ രണ്ടുപേരും ബൈലാറ്ററൽ എക്സ്ചേഞ്ചസ്, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബൈലാറ്ററൽ എക്സ്ചേഞ്ചസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ബോർഡർ ഗാർഡുകളുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ സോൾവ് ചെയ്യുന്നതുമായി, ബോർഡർ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർക്കുക. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ വന്നിട്ടുള്ളത്. അതുപോലെ ബിംസ്റ്റെക് സമ്മിറ്റിൽ ബാങ്കോക്കിൽ നടക്കാൻ പോവാണ് അപ്കമിങ് ബിംസ്റ്റെക്കിന്റെ സമ്മിറ്റ്. അതിൽ പ്രധാനമന്ത്രിയും അതുപോലെ ബംഗ്ലാദേശിന്റെ ചീഫ് അഡ്വൈസറും അറ്റൻഡ് ചെയ്യും, എന്നിട്ട് ചർച്ചകൾ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളത്. റീജിയണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻസിലെ ഒരു ചേണിംഗ് ഉണ്ട്, പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസും അതുപോലെ ഇൻഡോ പസഫിക് മേഖലയിലുള്ള ഇഷ്യൂ എല്ലാം തന്നെ ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് വേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയത്ത്
ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ യു എസിന്റെ സാങ്ഷൻസ് ചബഹാർ പോർട്ടിന് മേലുള്ള യു എസിന്റെ സാങ്ഷൻ ഏർപ്പെടുത്താനുള്ളതിനെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടു എന്നുകൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റീജിയണൽ കോർപ്പറേഷനിൽ ഇന്ത്യയുടെ റോളിനെ കുറിച്ച് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കയ്ക്ക് ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുത്തതും അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഡിസാസ്റ്റർ റെസ്പോൺസിന് വേണ്ടി ഇന്ത്യ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തുവെക്കുന്നതാണ്. അടുത്തത് ഒരു ചാറ്റ് ബോട്ട് ആയിട്ടുള്ള ഗ്രോക്ക് 3യെ മസ്കിന്റെ കമ്പനി ആയിട്ടുള്ള എക്സ് എ ഐ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ്. അപ്പോൾ എന്താണ് ഈ ഗ്രോക്ക് എന്ന കാര്യം ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എലോൺ മസ്കിന്റെ സ്റ്റാർട്ടപ്പ് ആണ് എക്സ് എ ഐ എന്ന് പറയുന്നത്. അത് ഗ്രോക്ക് 3 എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ടിനെ റിലീസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സ്മാർട്ടസ്റ്റ് എ ഐ ഓൺ എർത്ത് എന്ന് പറഞ്ഞാണ് ഗ്രോക്ക് 3 വരുന്നതായിട്ടുള്ളത്. സിന്തറ്റിക് ഡാറ്റ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടാണ് എന്നുകൂടി ഓർത്തുവെക്കുന്നത്. അതായത് ലോജിക്കൽ കൺസിസ്റ്റൻസി വെച്ചുകൊണ്ട് ലോജിക്കലി ആലോചിച്ചുകൊണ്ട് അതിന്റെ മിസ്റ്റേക്കുകളെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ കറക്റ്റ് ചെയ്യാനും capability ഉള്ള ഒരു ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3 എന്നുള്ള കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറകൾ സിംലിപാൽ ടൈഗർ റിസർവിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോച്ചിങ്ങിനെ, കടുവ വേട്ടക്കാരെയും മറ്റുമൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോച്ചിങ്ങിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എ ഐ എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. സിംലിപാൽ ടൈഗർ റിസർവിനെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ സിംലിപാൽ ടൈഗർ റിസർവ് ഒഡീഷയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ടെയിൽ ഗാർഡ് ക്യാമറകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 96ഓളം പോച്ചേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 86ഓളം ഗണ്ണുകളാണ് കഴിഞ്ഞ 10 മാസം കൊണ്ട് പിടിച്ചിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഒരു മാസം ശരാശരി ഒരു 10 പേരെ വെച്ച് അല്ലെങ്കിൽ 9 പേരിനടുത്ത് ആൾക്കാരെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇത് വലിയൊരു നമ്പറാണ്. അപ്പോൾ സിംലിപാൽ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒഡീഷയിലുള്ള ഒരു ടൈഗർ റിസർവ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒഡീഷയുടെ മയൂർഭഞ്ച് ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പേര് സിമുൽ, അവിടുത്തെ ഒരു സിൽക്ക് കോട്ടൺ ട്രീ ഉണ്ട് സിമുൽ എന്ന് പറഞ്ഞാൽ, അതിന്റെ പേരിൽ നിന്നാണ് ഈ ഒരു സിംലിപാൽ എന്ന പേര് വരുന്നത്. 1956 ഇതൊരു ടൈഗർ റിസർവ് ആയിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്തത്. പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായിട്ട് 1973 മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 1994 ഇതിനെ ഒരു ബയോസ്ഫിയർ റിസർവ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2009 യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ട് ഈ ഒരു സിംലിപാൽ ടൈഗർ റിസർവ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിംലിപാൽ ടൈഗർ റിസർവിന്റെ പേര് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിംലിപാൽ കുൽദിഹ ഹദഗ് എലിഫന്റ് റിസർവിന്റെ ഭാഗമാണ്. മയൂർഭഞ്ച് എലിഫന്റ് റിസർവ് എന്നാണ് ഫേമസ്ലി അറിയപ്പെടുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. ഇതിൽ 3 ഭാഗങ്ങളുണ്ട്. സിംലിപാൽ ടൈഗർ റിസർവ് ഉണ്ട്, ഹദർഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, കുൽദിഹ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. ഇത് 3ഉം അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ്. പ്രധാനമായിട്ട് 2 ട്രൈബുകൾ, എറങ്ക ഖറിയാസ് അതുപോലെ മൻകി ദിരിയാസ്, ഇവർ രണ്ടുപേരും ഈ ഒരു റിസർവ് ഫോറസ്റ്റിൽ ഇൻഹാബിറ്റ് ചെയ്യുന്നതാണ്. ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസുകൾ, അതായത് സീഡ്സും ടിമ്പേഴ്സും ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ട്രൈബ്സ് ആണ് എന്ന് കൂടി ഓർത്തിരിക്കുന്നതാണ്. ഈ ഒരു സിംലിപാൽ ടൈഗർ റിസർവ് മറ്റൊരു പേരിലും വാർത്തയുണ്ടായിരുന്നു, മെലനിസ്റ്റിക് ടൈഗേഴ്സ്, അതായത് നമ്മുടെ കടുവകളുടെ മേലെ നല്ല കറുത്ത നിറത്തുള്ള വരകളുള്ള മെലനിസ്റ്റിക് ടൈഗേഴ്സ് വാർത്തകളിലുണ്ടായിരുന്നു. അതും സിംലിപാൽ ടൈഗർ റിസർവിലാണ് എന്നുകൂടി ഓർത്തുവെക്കുക. ഇവിടെ മാത്രമാണ് ഈ ഒരു മെലനിസ്റ്റിക് ടൈഗേഴ്സിനെ കാണുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ കാർബൺ ക്യാപ്ചർ മെക്കാനിസംസ്, അല്ലെങ്കിൽ കാർബൺ ക്യാപ്ചർ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ലേ റിന്യൂവബിൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ എന്നുള്ള രീതിയിലുള്ള വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു കാർബൺ ക്യാപ്ചറോട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്നുള്ളത്. നമുക്കറിയാം അന്തരീക്ഷത്തിലേക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, ഹരിതഗൃഹ വാതകങ്ങൾ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇത് അറ്റ്മോസ്ഫിയറിലെ ഹീറ്റിനെ ട്രാപ്പ് ചെയ്യുകയും നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തന്നെ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് പിടിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തെ ഹീറ്റപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മനുഷ്യന്മാരുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, അത് ഫോസിൽ ഫ്യൂൽ ബേണിംഗ് ആവട്ടെ, കോള് പെട്രോൾ തമ്മിലുള്ള ബേണിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ CO2നെ പുറത്തേക്ക് തള്ളുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻസ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കുന്നത്, എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് ചെയ്യുന്ന അഡാപ്റ്റ് ചെയ്യുക എന്നതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് വാർമിംഗ് വേൾഡിനനുസരിച്ച് നമ്മൾ മാറുന്നത്. രണ്ടാമത്തത് CO2ന്റെ എമിഷൻസ് കുറയ്ക്കുക, മിറ്റിഗേഷൻ എഫേർട്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് കുറക്കാൻ വേണ്ടി കാർബൺ എമിഷൻ എങ്ങനെ കുറക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു ഐഡിയ ആണ് അന്തരീക്ഷത്തിലുള്ള കാർബണെ ക്യാപ്ചർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെയാണ് കാർബൺ ക്യാപ്ചർ ആൻഡ് സിക്വസ്ട്രേഷൻ CCS എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുക, അല്ലെങ്കിൽ എമിഷൻ സോഴ്സ് ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുക, എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോവാത്ത രീതിയിൽ അതിനെ സ്റ്റോർ ചെയ്യുക, ആ കാർബണെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് കാർബൺ ക്യാപ്ചർ ആൻഡ് സിക്വസ്ട്രേഷൻ.
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഐഡിയ ആണ്. കുറച്ച് ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇത് ഈവൻ പൊല്യൂഷൻ കണ്ടിന്യൂ ചെയ്യില്ലേ, കാരണം നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും മെല്ലെ മെല്ലെ ഇതിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകും. സോ ഇത് നമ്മൾ ഡിലേ ചെയ്യാം എന്നുള്ളതല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനെ അല്ലെങ്കിൽ അന്തരീക്ഷ ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ മിറ്റിഗേഷൻ എഫേർട്ടുകളാണ് എടുക്കേണ്ടതെന്നാണ് മറ്റ് പ്രധാനപ്പെട്ട ക്രിറ്റിസിസം വരുന്നതായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസിലെ എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി പറയുന്നത് വെച്ചാൽ CCS ടെക്നോളജീസ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഇതിനേക്കാൾ എളുപ്പം റിന്യൂവബിൾ എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കാർബൺ എമിഷൻ കുറക്കുന്നതെന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു CCS ചെയ്യണം എന്നുണ്ടെങ്കിൽ സാധാരണ റിന്യൂവബിളിലേക്ക് പോകുന്നതിനേക്കാൾ 9 മുതൽ 12 മടങ്ങ് വരെ കോസ്റ്റ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് വിൻഡ് എനർജിയിലേക്കോ സോളാർ എനർജിയിലേക്കോ ഹൈഡ്രോ ഇലക്ട്രിക് പവറിലേക്കോ പോകുന്നതാണ് എഫക്റ്റീവ്. CCS വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്നുള്ളതാണ് ഈ ഒരു പറയുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത ന്യൂഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള സ്റ്റംപേഡ് ആണ്. ആ ക്രൗഡ് സർജ് കാരണം ഒരു ട്രെയിനിന്റെ കയറുന്നതുമായി ബന്ധപ്പെട്ട സംശയം കാരണം ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷനിൽ ആൾക്കാർ തിക്കിലും തിരക്കിലും പെട്ട് 18 പേരാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പൊ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഏകദേശം 2600ഓളം അഡീഷണൽ ടിക്കറ്റുകളാണ് അൺറിസർവ്ഡ് സീറ്റുകളിലേക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ആൾക്കാർ പ്ലാറ്റ്ഫോമുകളിൽ സാധാരണയുള്ള കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ആൾക്കാർ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സ്റ്റാമ്പേഡുകൾ തിക്കും തിരക്കുകളും അതിനെ തുടർന്ന് ആൾക്കാർ മരണപ്പെടുന്നതൊക്കെ നമ്മുടെ രാജ്യത്ത് വളരെ കോമൺ ആയിട്ട് ഇന്ന് കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇല്ലാത്തതാണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് വീണ്ടും ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പ്രധാനമായിട്ടും കുംഭമേളയിലേക്ക് പോകാനുള്ള ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടാണ് തിക്കും തിരക്കും എന്നൊക്കെയാണ് പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ റാറ്റ് ഹോൾ മൈനിങ്ങുമായി ബന്ധപ്പെട്ട ക്രൈസിസ് ആണ്. അപ്പോൾ ഈ ഒരു ക്രൈസിസ് ആണ് അഡ്രസ് ഈ ഒരു വാർത്തയിൽ ഹൈലൈറ്റ് ചെയ്യുന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഈ ഒരു ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. റാറ്റ് ഹോൾ മൈനിങ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവിടെ കോൾ മാഫിയാസ് ഉണ്ട്, വലിയ മൈനിങ് ഗ്രൂപ്പുകളുണ്ട്, അവരെ ഈ ഒരു പ്രോസസ്സ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊന്ന് ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രിയും US പ്രസിഡന്റും തമ്മിൽ നടത്തിയ ചർച്ചയെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിനെ തുടർന്ന് വന്നിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെയും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തൊന്നാണ് മണിപ്പൂരിൽ പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്തു. ഈ ഒരു പ്രസിഡന്റ് റൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത് നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇതേ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിക്കുന്നില്ല. മറ്റൊന്നാണ് F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്ക് നൽകാമെന്ന് US അറിയിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്യൂട്ടബിൾ ആണോ എന്നുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇന്ത്യ ഇൻഡിജിനൈസേഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. നേരിട്ട് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള അത് ഇന്ത്യൻ എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ആ ടെക്നോളജി കൊണ്ടുവന്ന് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന രീതിയിലേക്കാണ് ഇന്ത്യക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഓദർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. മറ്റൊന്ന് ഈ ഒരു F-35മായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി ബ്രീഫ് ആയിട്ട് ഡീറ്റെയിൽ നോക്കിയതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.